ആം ആദ്മി പാർട്ടി എം.എൽ.എ. ദുർഗേഷ് പത്തക് ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡി സമൻസ് അയച്ചിരുന്നു. ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് ദുർഗേഷ് പത്തക്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഈ ദുർഗേഷ് പത്തക്കിന് ഏത് തരത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് ഇഡിക്ക് അറിയാനുണ്ടാവുക? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഡൽഹി മദ്യനയ അഴിമതി കേസിലൂടെ കിട്ടിയ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചുവെന്നാണ് ഇപ്പോൾ ദുർഗേഷ് പത്തക്കിനെതിരെ പ്രധാനമായിട്ടും ഇഡി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സൗത്ത് ഗ്രൂപ്പിലെ പ്രധാന അംഗമായിരുന്നു ഇദ്ദേഹമെന്നും ഇദ്ദേഹത്തിനും ഇതിൽ ബന്ധമുണ്ടെന്നുമാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. മുൻപ് അതിഷി മർലേന ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു സൗരഭ് ബർജാജും അതുപോലെ അതിഷി മർലേനയും അതുപോലെ ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യുന്ന ദുർഗേഷ് പതക്കിനെ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇഡിയുടെ നീക്കം പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇഡി ആസ്ഥാനത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 45 കോടി രൂപയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഗോവ തെരഞ്ഞെടുപ്പിൽ 2021 ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും അതുപോലെ ചില ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെയും ഇപ്പോൾ ലഭിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി സർ.